ഇത് കൂട്ടുകാർ ചോദിച്ചെന്നതായിരുന്നു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ എൻ്റെ അവിടുത്തെ വേലക്കാരൻ അവിടുത്തെ തൊഴിലാളി എന്ന് പറഞ്ഞു. പറഞ്ഞുണ്ടെങ്കിൽ അത് മനസ്സിലായി. അച്ഛൻ അവിടുത്തെ തൊഴിലാളി എന്ന് പറഞ്ഞതാ? മനസ്സിലാക്കി കേട്ടോ. അച്ഛൻ മനസ്സിലാക്കി. വലിയ വിഷമത്തിലായി കേട്ടോ. അതുപോലെയാണ് കാര്യങ്ങൾ. മോൻ നല്ല നിലയിലായി അല്ലേ? കോളേജിൽ പഠിച്ചോണ്ടിരിക്കുകയല്ലേ? ഓ, അവൻ കോളേജിൽ പഠിച്ചോണ്ടിരിക്കണം. അച്ഛൻ കാണാൻ ചെന്ന്. കോളേജിലെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അന്ന് പണ്ടൊക്കെ. ഇന്നല്ലേ കോളേജിൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ കോളേജിന്റെ മക്കൾ കോളേജ് ഉണ്ടായ കാലമാണ്. ഓ, അത് ശരി. കോളേജില് അച്ഛൻ മോനെ കാണാൻ ചെന്നപ്പോ മോൻ പറയുന്നത്, ഇത് എന്റെ വീട്ടിലെ ജോലിക്കാരൻ കൂട്ടുകാരെന്ന് പറയണ. പുള്ളിക്കാരനെ ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിലും പുള്ളി മനസ്സിലാക്കി. അതാണ് ഒരു കണക്കിന് ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. എന്നാലും അച്ഛനാണ്, എൻ്റെ അച്ഛനാണെന്ന് പറയാൻ അഭിമാനക്കുറവ്. ഇതേപോലെ പഴയ ആളാവര് ആ രീതിയിലൊക്കെ നടക്കുള്ളൂ. ഇങ്ങനെ പ്രമോദമായിട്ട് നടക്കണ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അറിയാറുന്നല്ല ഉണ്ട്. അപ്പോൾ ഇതേപോലൊരു സംഭവം ഇവിടെ ഉണ്ടായി. ഞാനമ്മ അമ്മച്ചി അറിയോ? ഞാനമ്മ അമ്മച്ചി അറിയോ? ഞാനമ്മ അമ്മച്ചി. അവര് സഹോദരൻ മാധു, അവർക്ക് 5-8 മക്കളുണ്ട്. അതിൽ മൂത്ത മോനാണ് സോമൻ, രണ്ടാമത്തെ മോൻ ചന്ദ്രൻ. ചന്ദ്രനാണ് പാളയത്ത് അപ്പോളോ ടെക്സ്റ്റൈൽസ് ഇട്ടിരുന്നത്, അപ്പോളോ ടൈലേഴ്സ്. ഫേമസ് ആണ് ടൈലേഴ്സ്. അപ്പോൾ ആ ഒരു കടയാണ് ഏറ്റവും വലുത്. അപ്പോൾ പുള്ളിയുടെ ചേട്ടൻ സോമൻ. സോമൻ നല്ല എഡ്യൂക്കേഷനാണ്, LLB ഒക്കെ കഴിഞ്ഞ് നമ്മുടെ എഡ്സൺ ക്രിസ്ത്യൻ്റെ കൂടെ കോളേജിൽ അന്ന് MG കോളേജിൽ പഠിച്ചത്. അപ്പോൾ പുള്ളിക്ക് സെക്രട്ടേറിയറ്റിൽ എന്തോ ജോലി കിട്ടി, വലിയ പൊസിഷനിലൊരു ജോലി കിട്ടി. അപ്പോൾ ഈ മാധു എന്ന് പറഞ്ഞ ആള്, അതായത് ഈ സോമൻ എന്ന് പറഞ്ഞ ആണ്ടപ്പൻ, ആ സെക്രട്ടേറിയറ്റിലെ അറ്റൻഡറാണ്, പിയൂണാണ്. അന്ന് പിയൂണെന്നാണ് പറയുന്നത്. ഇന്ന് ക്ലർക്ക് അല്ല, ഇന്ന് വേറെ എന്തൊക്കെ പേരുകൾ പറയും. പിയൂണെന്ന് തന്നെയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അച്ഛൻ അന്ന് പുള്ളിയുടെ പിയൂണായിട്ട് വന്നവിടെ ഞാൻ ഇരിക്കുകയായിരുന്നു. എണീറ്റ് എണീറ്റ് മോൻ സെക്രട്ടറി എന്താണ് അവിടെ, ഇത് നല്ല പൊസിഷനിലൊരു സെക്രട്ടറി. എന്നൊരു മീറ്റിംഗ് എന്താ കൂടാണ്, അതിന് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ അച്ഛൻ വരണം ഫയലുകളും കൊണ്ട്. പുള്ളി എണീറ്റിട്ട് അന്ന് പുള്ളിക്ക് ലീവ് എഴുതിയിട്ട്, അച്ഛന് ലീവ് എഴുതിയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ മനുഷ്യർ പലവിധം. അതായത് അപ്പനാണെന്നുള്ള കാരണമുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു 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 ഉണ്ടെങ്കിൽ അത് എല്ലാവരും നല്ല നിലയിലായി, ഒരു ശോഷിച്ചു പോയി. എൻ്റെ കാരണങ്ങൾ അവന്റെ മക്കളെ കണ്ട ഇതിന് ആക്ഷേപമായിരിക്കും കേട്ടോ. ബാക്കിയുള്ളവർക്ക് നല്ല നിലയിൽ കഴിയുന്നവർക്ക് ആക്ഷേപമാണ് കേട്ടോ. അതിന്നും അതുണ്ട്, ഇന്നും ആ പ്രക്രിയ ഉണ്ട്. ഇതെല്ലാം ആണ് സംഭവം. ഉദ്ദേശിക്കുന്നത്
ഒരുത്തൻ ഒരു കുടുംബത്തിലെ കുറേ പേരുണ്ട്, ഒരുത്തൻ ഈട് വിറ്റ് പോയാൽ, അതെ. നശിച്ചു പോയാൽ അവനെ കയറ്റിയെടുക്കണമെന്നുള്ള ചിന്തയൊന്നും മറ്റുള്ളവർക്കില്ല. ഇല്ല ഇല്ല ഇല്ല. മനസ്സിലായില്ലേ? എപ്പോഴും അവനെ ചവിട്ടി തേച്ച് എപ്പോഴും അനാവശ്യം പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളൊന്നും അവൻ മുടിഞ്ഞവൻ മുടിഞ്ഞവൻ മാപ്പിളന്മാരെ ഇടയില് പിള്ളേരുടെ കാര്യം ഒരു സഹായിച്ച് എല്ലാവരും കൂടി സഹായിച്ച് കയറ്റുമെന്നാണ് പറയുന്നത്. എന്താ നമുക്ക് അറിഞ്ഞൂടാ. ഇതങ്ങനെയല്ല. അവൻ മുടിഞ്ഞ് കൊണ്ട് പാടിക്കൊണ്ട് പോവുക. ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ വിളഞ്ഞു. അതാണ് സംഭവം. പിന്നെ അവൻ്റെ മക്കളെ കണ്ട ഇവന് കുറ്റമാണ്. ഇന്ന് എല്ലാം പണത്തിനെയും പ്രതാപത്തിനെയും ആശ്രയിച്ചിരിക്കുന്നത്. സഹോദര സ്നേഹമൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം, നമ്മുടെ 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം എടുത്താലും അവിടെയും ഇല്ല തന്നെ. അന്നും ഇല്ല, ഇന്നും ഇല്ല. അന്നും കൊലപാതകമുണ്ട്, ഇന്നും കൊലപാതകമുണ്ട്. ആദ്യത്തെ സൃഷ്ടിയാണെന്നാണ് പറയുന്നത് ആദാമും ഹവ്വയും. ആദാമിന്റെയും ഹവ്വയുടെയും 2 മക്കളിൽ ഒരുത്തനെ കൊന്നു. അപ്പൊ അവിടെയും കൊലപാതകം നടക്കണേ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഏലിയാവ് എലിശയും അവർ തമ്മിലുള്ള ഒരു യാക്കോബും ആയിട്ട് ഇറച്ചി പറ്റിച്ചത്, അങ്ങോട്ട് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തത്. യേസാവും യാക്കോബും അല്ലേ? അവിടെ തന്നെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുക്കാൻ അവിടെ പറ്റിപ്പാടുന്നില്ല. ആ ഇന്നും അങ്ങനെ തന്നെയല്ല. അപ്പോ ഉടുപ്പിനവരെ ധരിച്ച് എന്താണ് കണ്ടു കണ്ടോണ്ടല്ലേ പിന്നെ ഇസാക്കിന് കണ്ണു കണ്ടോണ്ടല്ലേ. അപ്പൊ തടയി നോക്കിയപ്പോ യേസാവിനെ പോലെ ഇരിക്കുന്നു എന്നെന്താ പറഞ്ഞായിരിക്കും. അനുഗ്രഹം തട്ടിയെടുത്തത് മറ്റവന്റെ കൊടുത്തല്ലേ. ഇത് കണ്ടിട്ട് കുഴപ്പമായി. പിന്നെ കണ്ടുകൂടിയെങ്കിൽ അന്ന് അവനും കൊല്ലുമായിരുന്നു. 5000-4000 വർഷങ്ങൾക്ക് മുമ്പും ചരിത്രം ഇത് തന്നെയാണ് മനുഷ്യന്റെ സ്ഥിതി. മനുഷ്യൻ അന്നും ഇന്നും ഒരേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. പിന്നെ അന്നും നല്ല മനുഷ്യരുണ്ട്, ഇന്നും നല്ല മനുഷ്യരുണ്ട്.